എനിക്കെന്ന് പറയാൻ ഒരു ജ്വല്ലറി സ്പേസ് ഇല്ല. അപ്പം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് എനിക്ക് വേണ്ടി ഒരു ജ്വല്ലറി സ്പേസ്. അവിടെയാണെങ്കിൽ എന്നും വലിച്ചു വാരിയിട്ട കണക്കിനായിരിക്കും കിടക്കുന്നത്. ഓരോ സാധനം എടുക്കും, കൊറിയർ ചെയ്യും, പിന്നെ അതങ്ങനെ അവിടെ വെക്കും, പിന്നെ വീഡിയോ എടുക്കാൻ എടുക്കും, അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അതങ്ങനെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇറ്റ്സ് മീ അഞ്ജന. ഇന്നത്തെ വീഡിയോ എൻ്റെ ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സമയം തന്നെ കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനൊരു ഫംഗ്ഷന് പോയിട്ട് വന്നതിന് ശേഷം ഇരുന്നപ്പോഴാണ് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. അയ്യോ, അടുക്കി പെറുക്കി വെക്കണമല്ലോ എന്നുള്ള ഇതുമുണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുത്ത് കിടക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ചെയ്യണമെന്ന് കരുതി ആ ടയേർഡിൽ തന്നെ ഫംഗ്ഷന് പോയിട്ട് വന്ന ആ ഇതിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ കാർഡ്ബോർഡ്സ് ഉണ്ട്, ജ്വല്ലറീസ് കുറച്ച് സ്റ്റോക്ക് ഔട്ടായതും സ്റ്റോക്ക് ഉള്ളതും ഒന്നും ആയിട്ടുള്ള എല്ലാം അങ്ങനെ അടുക്കി പെറുക്കി വെച്ചു. പിന്നെ അതുമല്ല, നമ്മുടെ ഞാൻ ഓരോ പ്രോഡക്റ്റ് മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിച്ചതിൻ്റെ ബോക്സുകൾ അങ്ങനെ കുറേ വേണ്ടാത്ത സാധനങ്ങളും അതിനകത്തുണ്ട് കേട്ടോ. ഇത് കളയണോ എടുത്ത് വെക്കണോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെക്കും. ഈ ചെറിയ ചെറിയ ബോക്സ് ആയതുകൊണ്ട് കളയാൻ മനസ്സ് വരാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കും. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അതല്ല, ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മുതൽ ബോഡി ലോഷൻ വരെ എല്ലാം കഴിഞ്ഞതും കഴിയാത്തതുമായ എല്ലാ ബോട്ടിൽസും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടുക്കി പെറുക്കി സെറ്റാക്കി വെക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. എന്നാലും ഒക്കെ എടുത്ത് അടുക്കി പെറുക്കി വെച്ച് അതെല്ലാം ഒരു മൂലയ്ക്കാക്കി വെച്ചിട്ട് പിന്നെ അവിടെ എല്ലാം അടിച്ചു വിട്ടു. അതുമല്ല, ഈ ഹോളിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു അയണിങ് ടേബിൾ പോലെ നമ്മുടെ പഴയൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കുറേ വേണ്ടാത്തതുണ്ട് വേണ്ടതുണ്ട് എന്ന് പറയണ പോലെ നമ്മൾ യൂസ് ചെയ്ത് വെക്കുന്ന ഒരു ടേബിൾ ഫാൻ ഉണ്ട്. പിന്നെ എൻ്റെ ജ്വല്ലറീൻ്റെ കളക്ഷൻസും ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ എഴുതി വയ്ക്കുന്ന പോലത്തെ ഒരു ഡയറി ഉണ്ട്. പിന്നെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജറുണ്ട്. എൻ്റെ എന്താ പറയുക, റിംഗ് ലൈറ്റ് പൊട്ടിപ്പോയി. അപ്പം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളുണ്ട്. താഴെ ആണെങ്കിലോ എന്താ പറയുക, കോട്ടുണ്ട്, റെയിൻ കോട്ടുണ്ട്, പിന്നെ അങ്ങനെ വേണ്ടാത്ത കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതും കൂടെ ഒക്കെ അടുക്കി പെറുക്കി വെച്ചു. അങ്ങനെ കുറേ ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ക്ലീനിങ് ഇങ്ങനെ പോയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്യുന്നില്ല. ഇന്ന് 2 സബ്സ്ക്രൈബ് കൂടിയെങ്കിൽ നാളെ 2 സബ്സ്ക്രൈബ് കുറയാറാണ് പതിവ്. എന്തുതന്നെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ലോങ് വീഡിയോസ് കൂടിപ്പോകും, എടുത്തത് കൂടിപ്പോകും, ചിലപ്പോൾ കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. വോയിസ് ഓവർ എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് മൊത്തത്തിലൊരു നോയ്സിങ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. പിന്നെ നാട്ടിലൊക്കെ മഴയുണ്ടോ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എത്രത്തോളം സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം ഞാൻ കുറച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.
അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഗീവ് അവേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വേഗം പോയിട്ട് അക്കൗണ്ട് രണ്ടും ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അതിലെ ഭാഗ്യശാലി നിങ്ങളാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്, ബായ്സ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബായ്. ഇറ്റ്സ് മീ അഞ്ജന.